ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഹിപ്സ് ആൻഡ് ഹൈപ്സ്. എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഈ വീക്കെൻഡിൽ നടന്ന ഒരു വിശേഷമാണ് കേട്ടോ. വേറെ ഒന്നുമല്ല, ഞങ്ങൾ ഫിലിം കാണാൻ പോയി. പ്രേമലു കാണാനാണ് പോയത്. അപ്പം ഒരുങ്ങിയ കാര്യങ്ങളും അവിടേക്ക് പോയ കുറച്ച് വിശേഷങ്ങളുമാണ് കേട്ടോ. ഇതായിരുന്നു എൻ്റെ ഔട്ട്ഫിറ്റ്. ബ്ലൂ ജീൻസും ഓവർ സൈസ്ഡ് ആയിട്ടുള്ള ഒരു ഫുൾ സ്ലീവ്സ് ടീഷർട്ടും ആയിരുന്നു. ഒരു ന്യൂഡ് ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട്. പിന്നെ ഹൂപ്പാണ് ഇട്ടിരുന്നത്, ഇയറിംഗ് ആയിട്ട്. പോണിറ്റൈൽ കെട്ടിയിട്ടുണ്ട്, കാജിലിട്ടിട്ടുണ്ട്. പിന്നെ സാധാരണ നമ്മൾ എന്നും ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ മോയ്സ്ചറിങ് ക്രീമും കോമ്പാക്ട് പൗഡർ ഇട്ടിട്ടുള്ളൂ കേട്ടോ. കുഞ്ഞുമണീസ് ഇതാ ഒരേ ടൈപ്പിൽ പാറ്റേൺ വരുന്ന കളർ ഡിഫറൻസ് ആയിട്ടുള്ള ടീഷർട്ടും സെയിം രീതിയിലുള്ള ജീൻസും ആയിരുന്നു ഇട്ടിരുന്നത്. അപ്പോൾ അവരപ്പനും മക്കളും നേരെ ഇറങ്ങി സ്കൂട്ടറിൽ പോയി. ഞാൻ പറഞ്ഞു, ഞാൻ വന്നേക്കാം, നടന്ന് വന്നേക്കാം, നിങ്ങൾ പൊയ്ക്കോളാൻ പറഞ്ഞു. കാരണം നമ്മുടെ ഇതിനുള്ളിൽ ഹെൽമെറ്റ് വെക്കാതെ നമുക്ക് പോകാൻ പറ്റില്ല. അപ്പം ഒരു ഹെൽമെറ്റേ ഉള്ളായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ പൊയ്ക്കോ, ഞാൻ നടന്ന് വന്നോളാം എന്ന് പറഞ്ഞു. ഇപ്പോൾ ഏകദേശം ഒരു 6 o'clock ആയിട്ടുണ്ട്. 7:10 ഷോ. അപ്പോൾ പെതുക്കെ നടന്നങ്ങ് ചെന്നാൽ മതിയല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ പെതുക്കെ നടക്കുകയാണ്. ഈ ടൈമിൽ കുഞ്ഞുങ്ങളെല്ലാം അവിടെ കളിയൊക്കെ നടപ്പുണ്ട് കേട്ടോ. കാരണം ഇപ്പോൾ വെക്കേഷൻ ടൈമാണ്. അപ്പോൾ കുഞ്ഞുങ്ങൾ ഇനിയിപ്പോൾ ഒരു 7 മണി 8 മണി വരെയൊക്കെ കളിച്ചിട്ടൊക്കെ ഇരിക്കും. അപ്പം ഞാനങ്ങനെ നടന്ന് നേരെ വെളിയിലേക്ക് ഇറങ്ങി. വെളിയിലോട്ട് ഇറങ്ങിയപ്പോൾ ഉണ്ട് അവിടെ ഒരു ഉന്തുവണ്ടി നിൽക്കുന്നുണ്ട് കേട്ടോ. ഉന്തുവണ്ടി നിൽക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് നോക്കിയതാണ്. കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. പെട്ടെന്ന് കയ്യിൽ കുറച്ച് ഇയറിങ്സ് കണ്ണിപ്പെട്ടു കേട്ടോ. അപ്പോൾ ഞാൻ ചോദിച്ചു, എങ്ങനെയാണ് റേറ്റ് എന്ന് ചോദിച്ചപ്പോൾ എന്തെടുത്താലും 20 രൂപ, അങ്ങനെയുള്ള ഐറ്റംസ് എന്തെടുത്താലും 20 പറഞ്ഞു. അവിടെ കുറച്ച് ക്ലിപ്സും ഒക്കെ കിടപ്പുണ്ടായിരുന്നു. അങ്ങനെ നല്ല ഭംഗിയുള്ള ബീഡൊക്കെ വെച്ചിട്ടുള്ള കുറച്ച് ക്ലിപ്സും കുറച്ച് ഇയറിങ്സും ഒക്കെ അവിടുന്ന് വാങ്ങി. എന്നിട്ട് വീണ്ടും നടന്നു. ഈ നടന്നു പോകുന്ന ടൈമിൽ ഏകദേശം ഇരുട്ടൊക്കെ വീണിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഓർത്ത് പെതുക്കെ നടന്നൊക്കെ പോകാം. അവർ നേരെ മുകളിലോട്ട് പോയിരിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് കേട്ടോ. പക്ഷെ അവരെന്നെ വെയിറ്റ് ചെയ്ത് അവിടെ നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വീണ്ടും നടന്ന് ഓരോ മുകളിലോട്ട് പോവാണ്. പൊതുവേ ഞങ്ങൾ സിനിമ കാണാൻ അങ്ങനെ വെളിയിലൊന്നും പോകാറില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ മൂത്ത ആൾക്ക് സിനിമ അങ്ങനെ വലിയ ഇൻട്രസ്റ്റ് ഉള്ള ആളല്ല. കാരണം ആൾ ഭയങ്കര ഇമോഷണലാണ്. അപ്പോൾ ഇമോഷണൽ ടച്ചസ് വരുന്ന, അല്ലെങ്കിൽ കുറേ വയലൻസ് വരുന്ന, കുറേ ഡിഷും ഒക്കെ വരുന്നത് ആൾക്ക് ഭയങ്കര പേടിയാണ്. പിന്നെ കരച്ചിലും ബഹളമൊക്കെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ആൾ പൊതുവേ സമ്മതിക്കാറില്ല സിനിമ കാണാൻ. അപ്പോൾ കഴിഞ്ഞ ദിവസം മഞ്ഞുമല ബോയ്സ് കാണാൻ പോയത് തന്നെ നല്ല ഇതായിട്ട് നിൽക്കുകയാണ്, നല്ല പിക്ചറാണെന്നൊക്കെ കേട്ടപ്പോൾ പോകണമെന്നുണ്ടായിരുന്നു. എന്നിട്ട് ആൾ വേണ്ട എന്നൊക്കെ ഒരുപാട് പറഞ്ഞെങ്കിലും ഞങ്ങൾ പറഞ്ഞ് പോയി ഒന്ന് കാണാൻ മക്കളെ എന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചിട്ട് പോയതാണ്. പക്ഷേ അവിടെ ചെന്ന് ഫസ്റ്റ് ഹാഫ് വലിയ കുഴപ്പമില്ലാതൊക്കെ പോയി. സെക്കൻഡ് ഹാഫ് ഔട്ട് ആൾ ഭയങ്കര കരച്ചിലും ബഹളമായിരുന്നു. അപ്പോൾ ഈ പടം പൊതുവേ അങ്ങനെ ഒരു സീനൊന്നും ഇല്ല, നമുക്ക് പോയി കാണാം, ഇപ്പം നല്ല ട്രെൻഡിൽ നിൽക്കുന്നതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുപോയതാണ്. അങ്ങനെ ഞങ്ങൾ നേരെ മേളിൽ വന്നു. അപ്പോൾ അവിടെ വന്നു കഴിഞ്ഞപ്പോൾ കുറച്ച് ഫോട്ടോസും കുറച്ച് വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ട്. പ്രേമലുവിൻ്റെ ആ ഒരു സ്ക്രീനിൻ്റെ ആ ഒരു ഇതിൻ്റെ ഫ്രണ്ടിലൊക്കെ നിന്നെടുത്തു. അപ്പോഴാണ് എനിക്ക് തോന്നിയത് ഏകദേശം ആ ഒരു ടൈപ്പൊക്കെ ടീഷർട്ടാണ്, നമുക്ക് അതേപോലെ ഫോട്ടോസൊക്കെ എടുക്കാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ രീതിയിൽ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തു. നേരെ ഞങ്ങൾ പിന്നെ ഉള്ളിലേക്ക് പോവുമായിരുന്നു. അപ്പം വലിയ ആൾ ഇടയ്ക്കിടയ്ക്ക് എന്നോട് ചോദിക്കുന്നുണ്ട്, അമ്മ നല്ല പടമല്ലേ, കരയുമോ എന്നൊക്കെ കരച്ചിലുണ്ടോ എന്നൊക്കെ. ഞാൻ പറഞ്ഞു, ഒന്നുമില്ല, എല്ലാം ചിരിക്കാനുള്ളത്, നല്ല കോമഡി പിക്ചറാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് കൊണ്ടുപോയത് കേട്ടോ. അവിടെ വന്നപ്പോഴത്തേന് കഴിഞ്ഞ പ്രാവശ്യം മഞ്ഞുമല ബോയ്സ് കാണാൻ വന്നപ്പോൾ തന്നെ നല്ല തിരക്കായിരുന്നു. ഫുള്ളായിരുന്നു കേട്ടോ, ഫുള്ളായിട്ടുണ്ടായിരുന്നു. നമ്മൾ നേരത്തെ ബുക്ക് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഈ പ്രാവശ്യം ഫ്രണ്ട് സീറ്റിലൊന്നും ഇരിക്കേണ്ടി വന്നില്ല, ഏറ്റവും ബാക്കിലായിരുന്നില്ല. അപ്പോൾ അത് കാണാൻ നല്ലൊരു ഇതാണല്ലോ. ഏറ്റവും ഫ്രണ്ടിൽ ചെന്നിരിക്കുമ്പോൾ അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഞങ്ങളവിടെ ചെന്നപ്പോഴത്തേക്കും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു, ഫുള്ളായിട്ട് നിൽക്കുമായിരുന്നു. അപ്പോൾ പൊതുവേ നല്ലൊരു അഭിപ്രായമായിരുന്നല്ലോ പ്രേമലുവിനെ പറ്റി. അപ്പോൾ അത് കാണണമെന്ന് നല്ലൊരു ഇതായിട്ട് നിന്നിട്ടാണ് ഞങ്ങളും പോയത്. അങ്ങനെ ഞങ്ങൾ നേരെ ചെന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി കൊച്ചാൾ അധികം പിക്ചേഴ്സൊന്നും കാണുന്ന ആളല്ല. അതുമല്ല ഈ 7:10 ആയതുകൊണ്ട് ഏകദേശം ഒരു 10 o'clock കഴിയും പിക്ചർ കഴിഞ്ഞ് ഇറങ്ങണമെങ്കിൽ. അപ്പോൾ ആ ടൈം വരെ നിൽക്കണമെങ്കിൽ ആളെ പിടിച്ചിരുത്താൻ ഭയങ്കര പാടാണ്. അപ്പോൾ പോപ്കോണൊക്കെ വാങ്ങി വെച്ചു, അതാകുമ്പോൾ അതും കൊണ്ടിരുന്നോളൂല്ലോ. അപ്പോൾ വലിയൊരു ബക്കറ്റ് പോപ്കോൺ തന്നെയാണ് വാങ്ങിയത്. അതുമൊക്കെ പിടിച്ചിട്ട് കുറേ ഫോട്ടോസും കുറച്ച് ഷോസൊക്കെ കാണിച്ച് അവിടെ നിന്നു. എന്നിട്ട് നേരെ പിക്ചർ കാണാനായിട്ട് കയറി. സൂപ്പർ പിക്ചറായിരുന്നു, ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. എൻ്റെ വലിയ ആൾ ചിരിച്ച് രസിച്ച് ആൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അതിൻ്റെ ഇടയ്ക്ക് ഹാഫ് ആയപ്പോഴേക്കും കുഞ്ഞാൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവളെയൊക്കെ എടുത്തിട്ട് നേരെ പിക്ചർ കഴിഞ്ഞ് ഞങ്ങളിനി പോന്നു, നടന്ന് സ്കൂട്ടിയുടെ അടുക്കലോട്ടൊക്കെ പോവുകയാണ്. അപ്പോൾ ഏകദേശം ഇപ്പോൾ ഒരു 10 o'clock കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. 10:15 ഒക്കെ ആയിട്ടാണ് ഞങ്ങൾ വെളിയിലേക്ക് വന്നപ്പോൾ. ഞാൻ ഈ വോയിസ് തരുന്ന ടൈം എന്ന് പറയുന്നത് നമ്മുടെ ഹോളിഡേ ഡേ ആണ്. ഇവിടെ ഭയങ്കര ബഹളമുണ്ട്, അതിൻ്റെ ചെറിയ ഡിസ്റ്റർബൻസ് ഉണ്ടെന്ന് തോന്നുന്നു. കുഞ്ഞുങ്ങൾ ഇവിടെ ബഹളമൊക്കെയാണ്, അവർ ലീവായിട്ടിരിക്കുകയല്ലേ, അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു.
അപ്പോൾ ആരും അത് കാര്യമാക്കരുത്. അപ്പോൾ നമുക്ക് വരാം, കാര്യത്തിലേക്ക് വരാം. അപ്പോൾ അതേ ഞങ്ങൾ വന്നു. നമ്മളവിടെ ഒരു പെട്രോൾ പമ്പ് ഉണ്ട്, അവിടെ സ്കൂട്ടി വെച്ചിട്ടാണ് പോയത് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ എല്ലാവരും കൂടെ നേരെ വീട്ടിലേക്ക് പോവാണ്, മീൻസ് ഹോട്ടൽസിലോട്ട് പോവാണ്. ഫുഡ് കഴിക്കാമെന്നൊക്കെ അച്ഛൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ട, ഫുഡൊക്കെ വീട്ടിൽ ഇരിപ്പുണ്ട്. ഇപ്പം തന്നെ ഏകദേശം ഒരു 10:30 ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളങ്ങ് ചെന്നിട്ട് കിടക്കുമ്പോൾ ഒരു 11 o'clock 11:30 ഒക്കെ ആവും. പിറ്റേ ദിവസം സൺഡേ ആണ്, ഓശാന ഞായറാണ്. അപ്പോൾ പള്ളിയിലൊക്കെ പോകണം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നേരത്തെ പോയി വീട്ടിൽ പോയി കഴിച്ചൊക്കെ കിടക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഓൾറെഡി ഞാൻ പോകുന്നതിന് മുമ്പ് ഫുഡ് കഴിച്ചിട്ടാണ് പോയത്. അപ്പോൾ എനിക്കിനിയൊന്നും വേണ്ടാന്ന് ഞാൻ പറഞ്ഞു. കൊച്ചാൾക്കും വേണ്ട, ഉറങ്ങാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ നടന്ന് ക്വാർട്ടേഴ്സിൻ്റെ അവിടോട്ട് വന്നിട്ടുണ്ട്. കാരണം ഉള്ളിലേക്ക് കയറുമ്പോൾ ഹെൽമെറ്റ് വേണ്ടതുകൊണ്ട് ഞാൻ വെളിയിൽ ഗേറ്റിൻ്റെ അവിടെ ഇറങ്ങിയിട്ട് നേരെ നടന്നു വരുവാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ കുറേ പേര്, ഏകദേശം ഞാൻ പറഞ്ഞില്ല 10:30 ആയിട്ടുണ്ട്, കുറച്ച് പേര് അവിടെ നിന്ന് വലിയ ആൾക്കാർ നമ്മുടെ ബാസ്ക്കറ്റ് ബോളൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു. കുറേ പേര് ഇങ്ങനെ നടക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ ക്വാർട്ടേഴ്സിൻ്റെ ഫ്രണ്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നമുക്കൊരു റീലൊക്കെ എടുക്കാമെന്ന് പറഞ്ഞിട്ട് അച്ചാച്ചനും കൊച്ചാളും കയറിപ്പോയി. വലിയ ആളും ഞാനോട് അവിടെ നിന്ന് റീലൊക്കെ എടുത്തു. അങ്ങനെ ആ ഒരു വീക്കെൻഡും അടിപൊളിയായിട്ട് കഴിഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, കുഞ്ഞുങ്ങൾക്ക് ഇപ്പോൾ ലീവാണ്. ഇനിയും 3rd April സ്റ്റാർട്ട് ചെയ്യും, സ്കൂൾ റീഓപ്പൺ ചെയ്യും. ദെൻ 20ക്ക് ക്ലോസ് ചെയ്യും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ June 10th ഉള്ളൂ സ്കൂൾ ഓപ്പണിങ്. ചെറിയ ആൾക്ക് June 5th ഉള്ളൂ റീഓപ്പണിങ്. അപ്പോൾ അതുവരെ ഇനി എല്ലാവരും ഇവിടെയൊക്കെ തന്നെ ഉണ്ട്, നാട്ടിലോട്ടൊക്കെ പോകാനൊക്കെ പ്ലാൻ ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. ഇന്നത്തെ വീഡിയോ ഒക്കെ കഴിഞ്ഞു. എല്ലാവർക്കും ഹാപ്പി ഹോളി. ഇന്ന് ഹോളി ആണല്ലോ. എല്ലാവരും അടിച്ചു പൊളിക്കുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അതുവരേക്കും ബൈ.